ലൂക്കാ സുവിശേഷം 11 അധ്യായം 30 വാക്യം. യോന നിനിവേക്കാർക്ക് അടയാളമായിരുന്നതുപോലെ മനുഷ്യപുത്രനും ഈ തലമുറയ്ക്ക് അടയാളമായിരിക്കും. യോന നൽകിയ അടയാളം എന്താണ്? യോന ദൈവിക പദ്ധതികളെ സ്വീകരിച്ച വിധം മാറിപ്പോയി. അവന്റെ ഇഷ്ടങ്ങൾക്ക് 1 സ്ഥാനം അവന് കൊടുത്തു. സ്നേഹിതരെ, സത്യത്തിൽ നമ്മൾ ഇങ്ങനെയല്ലേ? നമ്മുടെ ഇഷ്ടങ്ങൾ നിറവേറണം. നമ്മുടെ പ്രിയങ്ങളിൽ ഹൃദയത്തിൽ കൊതിപ്പിച്ചു വെച്ചിരിക്കുന്ന വിഷയങ്ങളൊക്കെ നിറവേറപ്പെടണം. അത് ദൈവ ഇഷ്ടമാക്കി മാറ്റാൻ നമ്മൾ പരിശ്രമിക്കും. നമ്മുടെ ഇഷ്ടങ്ങൾ ദൈവ ഇഷ്ടങ്ങളായി മാറട്ടെ എന്ന് മാറി പ്രാർത്ഥിക്കുന്നവരാണ് നമ്മളെല്ലാവരും. എന്നാൽ ദൈവ ഇഷ്ടം എൻ്റെ ജീവിതത്തിൽ നിറവേറട്ടെ എന്ന് പ്രാർത്ഥിക്കാൻ നമ്മൾ പരിശീലിക്കണ്ടേ? എൻ്റെ ആഗ്രഹങ്ങൾ നിറവേറാൻ അത് മനുഷ്യബുദ്ധി കൊണ്ട് ആലോചിക്കുന്നു. എന്നാൽ സ്വർഗത്തിന്റെ ആലോചനയിൽ വരുന്ന ബുദ്ധി അത് കൃപയുടെ ബുദ്ധിയാണ്. നിന്റെ ജീവിതത്തിന്റെ തലവര മാറ്റാൻ കഴിയുന്ന ബുദ്ധിയാണ് സ്വർഗത്തിന്റെ. സ്വർഗത്തിന്റെ ആലോചന ജീവിതത്തിൽ നിവൃത്തിയാകണമെന്ന് ആഗ്രഹിച്ചാലോ? പരിശുദ്ധ അമ്മയും ഇത് തന്നെയാണ്. അവിടുത്തെ ഇഷ്ടം നിറവേറട്ടെ. യോന പ്രവാചകന്റെ ഈ 3-ാം ദിവസത്തിന്റെ നോമ്പിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ ഈ നോമ്പ് നമുക്ക് തരുന്ന മനോഹരമായ പാഠം ഇതാണ്: എന്റെ ഇഷ്ടങ്ങളല്ല കർത്താവേ, കർത്താവേ നിന്റെ ഇഷ്ടങ്ങൾ നിറവേറണമേ. പലതവണ ആവർത്തിച്ച് ഈ ദിവസം ഈ പ്രാർത്ഥന നടത്താം. ദൈവം അനുഗ്രഹിക്കട്ടെ.